And the very reason he's coming to act also is to take care of his passion. ഒരു എക്സാമ്പിൾ ഇപ്പോൾ മോഹൻലാൽ വേഴ്സസ് പ്രണവ് മോഹൻലാൽ ആ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ലെഗസി ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പറയും നെപ്പോട്ടിസം മറ്റേ മറിച്ച് എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ഷൂസിലൊന്നും ആലോചിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അവരുടെ ഷൂസിൽ ഇറ്റ്സ് വെരി ടഫ്. പക്ഷേ ലാലങ്ങളുടെ സംബന്ധിച്ചോളം, മോഹൻലാലിനെ സംബന്ധിച്ചോളം പ്രണവ് മോഹൻലാലിന് കൊടുത്തിരിക്കുന്ന സ്പേസും ഇതും ഡിഫറെൻ്റ് ആണ്. അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അവരോട് ഒരു ഇവിടെ വന്ന് ഈ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അഭിനയിച്ച് അല്ലെങ്കിൽ എൻ്റെ ലെഗസിയിൽ ഫോളോ ചെയ്യണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമായി. ഹി വിൽ ബി സ്റ്റക്ക് ഇൻ ടോട്ടൽ. പുള്ളിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ലാലങ്ങളും സൂചിച്ചേച്ചിയും കൊടുത്തിട്ടുണ്ട്. പുള്ളിനെ ഏതോ ഒരു കാട്ടിൽ എവിടെയെങ്കിലും കാണും, ആൾക്കാർ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നു, ഉടനെ സഡൻലി ഇറ്റ് ബിക്കംസ് വൈറൽ. ഐ നോ ഹി ക്യാൻ ലിവ് ഇൻ 500 rupees per day. And the very reason he's coming to act also is to take care of his passion. സിനിമയിൽ ഈസ് വെരി സെലക്റ്റീവ്. വേണ്ട അത്രയും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ അത് തന്നെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കണം, ഭയങ്കരമായിട്ട് ഒരു പേര് സിനിമയിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളല്ല. പുള്ളിക്ക് അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ പുള്ളി വന്ന് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്ത് കിട്ടുന്ന പൈസയും കൊണ്ട് പുള്ളി ട്രാവൽ ചെയ്യും. അതാണ് ഇന്നത്തെ പുള്ളിയുടെ സ്പേസ്. നാളെ എന്താവുന്നുള്ള വീട് ഉണ്ടോ, പക്ഷെ അതിൻ്റെ ഫ്രീഡം അവിടെ ഉണ്ട്. ആ മോഹൻലാൽ എന്ന് പറഞ്ഞ ലെഗസിയിലല്ല നിൽക്കുന്നത്. ഹീസ് ക്രിയേറ്റിംഗ് ഹിസ് ഓൺ ലെഗസി. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഉണ്ട്. ആ ലെഗസി ഓണേഴ്സ് തന്നെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം, അതിനുള്ള ഫ്രീഡം കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം.